കേന്ദ്ര യൂണിയൻ BJP ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെയാണ് ഇന്ന് ദേശവ്യാപകമായി BJP ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ പണിമുടക്കുന്നത്. കേരള സംസ്ഥാനത്ത് പണിമുടക്കി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും തൊഴിലാളികൾ ധർണയും മറ്റ് സമരമാർഗങ്ങളും നടത്തുന്നതാണ്. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നാകെയാണ് TP രാമകൃഷ്ണൻ CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും LDFിൻ്റെ കൺവീനറുമായിട്ടുള്ള സഖാവിൻ്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. ഇത് രാജ്യത്തെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേന്ദ്ര BJP ഗവൺമെൻറ് നിരന്തരമായി തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 29 നിയമങ്ങളെ റദ്ദ് ചെയ്ത് 4 കോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. കേരള സംസ്ഥാനം ഒരു കാരണവശാലും പുതിയ കോഡിൽ പറയുന്ന തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിലപാട് നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല. ഇവിടെ എല്ലാ രംഗത്തുമുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ആ കോൺക്ലേവിൽ ഒരു കമ്മിറ്റിയെ, സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജഡ്ജി അടക്കം ഉള്ള ഒരു കമ്മിറ്റിയെ ഇത് പഠിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കമ്മിറ്റി പഠനം നടത്തിയ ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ തൊഴിലാളി വിരുദ്ധ നിലപാട് എല്ലാം തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെൻറ് അംഗീകരിച്ചതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നതാണ്. എന്തായാലും ഞാൻ ഇന്ന് കേരളത്തിലെ തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ തൊഴിലാളി വർഗത്തോടും ഇന്ത്യയിലെ പൊരുതുന്ന തൊഴിലാളി വർഗത്തോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഔദ്യോഗിക ബസ്സിൽ നിന്ന് നടന്ന് ഈ സംയുക്ത സമരസമിതിയുടെ പ്രകടനം ആരംഭിക്കുന്ന മ്യൂസിയം ജംഗ്ഷൻ വരെ നടന്നു വന്ന് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളം എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യത്യസ്തമായ നിലപാടെന്ന് പറഞ്ഞാൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടാണ്. കേരളം എക്കാലത്തും തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇവിടെ സംസ്ഥാനത്താകെ സമരം നടത്തുന്ന എല്ലാ തൊഴിലാളി വർഗത്തോടും തൊഴിലാളി സംഘടനകളോടും പ്രവർത്തകരോടും തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ ഉള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിലപാടും കേരള ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തു.